ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ? നമ്മൾ ബ്രോസ്റ്റ് പൗഡർ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ബ്രോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്ന് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്കിന്നോട് കൂടിയാകുമ്പോൾ ആ കടയിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് ആകും. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ ചേർത്താൽ മതി. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ബട്ടർ മിൽക്കിൽ നമ്മുടെ ഈ ചിക്കൻ പീസുകൾ നന്നായിട്ട് മുങ്ങിയിരിക്കണം. എന്നാലേ ആ മസാല ഒക്കെ നമ്മുടെ ചിക്കനിൽ പിടിക്കുള്ളൂ. ഇനി ഇതൊരു 5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിക്കാനായി മാവുണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 മുട്ടയും ചേർത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. തണുത്ത വെള്ളം തന്നെ എടുക്കണം. ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് കുഴക്കുന്നതാവും നല്ലത്. എന്നാലേ അതിൽ വെള്ളം ഏറോ കുറയോ എന്നുള്ള പേടി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഒഴിച്ച് നമുക്കത് കുഴച്ചെടുക്കാം. അങ്ങനെ പഴംപൊരിക്കൊക്കെ നമ്മൾ മാവുണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് വേണ്ടത്. ഇനി നമുക്കതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാനുള്ള പൊടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് അധികം ഇടണ്ട, കാരണം മറ്റുള്ളതിലൊക്കെ ഉപ്പുണ്ട്. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് നമുക്ക് ആദ്യം മാവിൽ നല്ലവണ്ണം മുക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നനവുള്ള ഭാഗത്ത് നമ്മൾ അധികം പൊടിയിട്ട് കൊടുക്കുക. പൊടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മിക്സ് ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് കൊട്ടിയതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അതിട്ട് കൊടുക്കുക. നമ്മൾ ആ ബാറ്ററിൽ മുക്കി പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് കുടയുന്നത് നല്ലതാണ്. കാരണം അതിന് പറ്റി പിടിച്ച് ചിലപ്പോൾ മൈദ അധികം പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ നല്ലതാണത്. അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് പോകേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പുറം വശം വേഗം വെന്തിട്ട് ഉൾവശം ചിക്കൻ അധികം വേവില്ല. അതുകൊണ്ട് ഫ്ലെയിം മീഡിയമാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രോസ്റ്റാണ്. നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.